ഹായ്, ഐ ആം അഭിലാഷ് റാറോത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനിയാണ്. അപ്പോൾ കമ്പനി ഫോം ചെയ്യുമ്പോൾ 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 4 സ്റ്റേജസിൽ വരുന്ന ഒന്നാമത്തത് പ്രൊമോഷൻ ഓഫ് എ കമ്പനി, സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി, തേർഡ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് ഫൈനലി കമൻസ്മെന്റ് ഓഫ് ദ ബിസിനസ്. അതിലൊന്നാമത്തതാണ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി. അപ്പൊ നമുക്കറിയാം, കമ്പനി എന്ന് പറയുന്ന ആശയം ഒരുപാട് ആൾക്കാരുടെ ചിന്തയിൽ വന്ന് അതെന്താണ് ഒരു സക്സസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്ന ആൾക്കാർ ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് ബിസിനസ് പ്രൊമോഷൻ ബിഗിൻസ് വിത്ത് ദ കൺസീവിംഗ് ഓഫ് എൻ ഐഡിയ ആൻഡ് എൻഡ്സ് വെൻ ദാറ്റ് ഐഡിയ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ. ഒരു ഐഡിയ നമ്മൾ ഉണ്ടാകുന്നു, അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? അതൊരു ആക്ഷൻ ആയിട്ട് മാറുമ്പോഴാണ്. അപ്പൊ ഐഡിയ ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ച്വലി പ്രൊമോഷൻ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. നമുക്കറിയാം, ഒരു കമ്പനി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഈസ് രജിസ്ട്രേഷൻ ദാറ്റ് ബ്രിങ്സ് എ കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസ് കൊണ്ടുവരുന്നത് തന്നെ അത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ മിനിമം 2 and 7% ഫോർ പബ്ലിക് കമ്പനി ആൻഡ് 2 ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. അപ്പം അതിനകത്ത് മിനിമം 2 ആൾക്കാർ പ്രൈവറ്റ് കമ്പനിയിലും മിനിമം 7 ആൾക്കാർ പബ്ലിക് കമ്പനിയിലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഞാൻ പറഞ്ഞു, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആരൊക്കെയാണോ സൈൻ ചെയ്തത് അവർ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തതാണ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ആരൊക്കെയാണ് ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ആരൊക്കെയാണ്, അവരുടെ അഡ്രസ് എന്താണ്, അവരുടെ ജോലി എന്താണ്, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നാലാമത്തതാണ് റിട്ടൺ കൺസെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ്. കൺസെന്റ് വേണം, ആരുടെ? ഇത്തരം ആൾക്കാരുടെ കൺസെന്റ് വേണം. ദ റിട്ടൺ കൺസെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ദാറ്റ് ദേ ഹാവ് അഗ്രീഡ് ടു ആക്ട് ആസ് എ ഡയറക്ടേഴ്സ് ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ along with the written undertaking to the effect that they will take qualification shares and will pay for them. അപ്പം അവർ ഷെയർ എടുക്കാൻ റെഡിയാണ്, അവർ ഡയറക്ടേഴ്സ് ആയിട്ട് ഇരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അഞ്ചാമതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. അപ്പം സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ചെയ്യുന്നത് ഒന്നിക്കൽ അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോർട്ട് ആവാം, അല്ലെങ്കിൽ ഹൈക്കോർട്ട് ആവാം, അല്ലെങ്കിൽ അറ്റോർണി ആവാം, അല്ലെങ്കിൽ ലീഡർ ആവാം ഹൈക്കോർട്ടിന്റെ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം. സോ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ കൊടുക്കും. ആറാമത്തതാണ് രജിസ്ട്രേഷൻ ഫീ. സോ ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രജിസ്ട്രേഷൻ ഫീ നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സോ ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ, രണ്ടാമത്തതും പറഞ്ഞു രജിസ്ട്രേഷൻ, മൂന്നാമത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. When the required documents have been filed with the registrar along with the prescribed fee, the registrar scrutinizes the documents. അപ്പോൾ നമ്മൾ പറയുന്ന ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർ എന്ത് ചെയ്യും? അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. രജിസ്ട്രാർ അതിൽ ഹാപ്പി ആണെങ്കിൽ പുള്ളി എന്ത് ചെയ്യും? They will issue a certificate. That certificate is known as certificate of incorporation. Okay. അത് കഴിഞ്ഞതിന് ശേഷം നാലാമത്തതാണ് വരുന്നത് certificate of commencement of business. As soon as private company gets the certificates of incorporation, it can commence its business. Private company ആണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യാം? ബിസിനസ് കമൻസ് ചെയ്യാം. But in the case of a public company, can commence its business only after getting the certificate of commencement of business. അപ്പൊ പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്ത് വേണം? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഉണ്ടായിരിക്കണം. After the company gets the certificate of incorporation, a public company issue a prospectus for inviting the public to subscribe its share capital. അപ്പോൾ ഒരു കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യും പബ്ലിക്കിന് വേണ്ടിയിട്ട്. എന്തിനാണ്? ടു ബൈ ദ ഷെയർ. ആ പ്രോസ്പെക്ടേഴ്സിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഒബ്ജക്ട്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യും? ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത്
ജനങ്ങൾ പബ്ലിക് ഇത്ര ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അതിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പൊ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സെയിൽ ഓഫ് ദ റിക്വയർഡ് നമ്പർ ഓഫ് ഷെയർസ് എ സർട്ടിഫിക്കറ്റ് ഈസ് സെൻഡ് ടു ദ രജിസ്ട്രാർ along with the letter from the bank stating that all the money received. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മിനിമം നമ്പർ ഓഫ് ഷെയർസ് ജനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് കൊടുക്കുക? രജിസ്ട്രാർക്ക് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, ബാങ്കിൽ ഇത്രയും എമൗണ്ട് വന്നു എന്നുള്ളത്. ഓക്കെ. ദ രജിസ്ട്രാർ ദെൻ സ്ക്രൂട്ടനൈസ് ദ ഡോക്യുമെന്റ്. അതിനുശേഷം എന്ത് ചെയ്യും? രജിസ്ട്രാർ ഡോക്യുമെന്റ് സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ he issue a certificate known as certificate of commencement of business. ഞാൻ നേരത്തെ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഇഷ്യൂ ചെയ്യുന്നത് ഈ ടൈമിലാണ്. ദിസ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഫോർ ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഇതാണ് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ബിസിനസ് തുടങ്ങാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.